ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നോട് ബഹുമാനനായ രാജ്മോഹൻ സാറ് പറഞ്ഞു, തമ്പുരാൻ അധികം ഇരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നീട്ടിക്കളയല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നും വിശദീകരിക്കുന്നത്, ചുരുക്കത്തിൽ മുസ്ലിം സമുദായത്തോട് അനേകം കൂറ് കാണിച്ച, നന്ദി കാണിച്ച, സ്നേഹം കാണിച്ച, വാത്സല്യം കാണിച്ച പൊന്നുതമ്പുരാക്കന്മാരുടെ അവസാനത്തെ കണ്ണിയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇന്നത്തെ ആദരിക്കപ്പെടുന്ന മഹാരാജാവ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകളിൽ ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അടുത്തൊരു വീട്ടിൽ കയറി വെണ്ണ മോഷ്ടിച്ചു. വീട്ടമ്മ കയ്യോടെ പിടിച്ചു. നോക്കിയപ്പോ കയ്യിലും മുഖത്തും വയറ്റത്തുമൊക്കെ കുറെ തൈരും വെണ്ണയൊക്കെ പറ്റിയിരിപ്പുണ്ട്. ആ അമ്മ കൃഷ്ണന്റെ കണ്ണന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞിടാ കള്ള, നാണമില്ലേടാ നിനക്ക്? മറ്റുള്ളവരുടെ വീട്ടിൽ കയറി മോഷ്ടിച്ച് ജീവിക്കുന്നതിനേക്കാൾ പട്ടിണി കിടന്ന് ചാകുന്നതാണ് നല്ലത്. മേലിൽ എന്റെ വീട്ടിൽ കയറിപ്പോയാലെന്നൊക്കെ പറഞ്ഞു. കണ്ണൻ കണ്ണുനീരോടുകൂടി ആ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മയെ ഞാൻ വിചാരിച്ചു ഇതെന്റെ വീടാണെന്ന്. ഈ അമ്മ എന്റെ അമ്മയാണെന്ന് ഞാൻ കരുതി. ശാസിച്ചിരുന്ന അമ്മ ഒരു നിമിഷം കൊണ്ട് മാറി കണ്ണനെ വാരിയെടുത്ത് കണ്ണീരോടുകൂടി ഉമ്മ വെച്ചു. സഹോദരങ്ങളെ, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ലോകം നമ്മുടേതാണ്, നാം ലോകത്തിൻ്റെതാണ്. ഈ പാരസ്പര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ, ഈ ലയം ഉണ്ടാകുമ്പോൾ മാത്രമേ നാം മനുഷ്യരാകൂ എന്ന് മനസ്സിലാക്കണം. വീടിന് നമ്മൾ ആലയം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് ആലയം? വീട്ടിലുള്ളവരെ ലയിപ്പിക്കുന്ന, മറ്റുള്ളവരെ ആ വീട്ടിലേക്ക് ലയിപ്പിക്കുന്നതായിരിക്കണം ആലയം. മറ്റുള്ളവരുമായി എങ്ങനെ ലയിക്കണമെന്ന് പഠിപ്പിക്കുന്ന സാമൂഹ്യ കേന്ദ്രങ്ങളാണ് വിദ്യാലയവും ആരാധനാലയവും. നാം ഇത് ഉൾക്കൊള്ളണം. ബഹുമാന്യരായ പൊന്നുതമ്പുരാക്കന്മാർ രാജ്യത്തെ ജനങ്ങളെ തങ്ങളുടേതാണെന്ന് കണക്കാക്കി, തങ്ങൾ അവരുടേതാണെന്ന് കണക്കാക്കി, ആ ലയവും ഈ ലോകത്തെ ഒന്നായി കാണുന്ന വലിയ ചിന്താഗതിയുമുള്ളവരായിരുന്നു. തമ്പുരാക്കന്മാരെ ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മ തമ്പുരാനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിനയം, അദ്ദേഹത്തിന്റെ സത്യസന്ധത, നാം എങ്ങനെയാ വിനയം ഉൾക്കൊള്ളാതിരിക്കും, പകർത്താതിരിക്കും? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തമ്പുരാക്കന്മാരല്ലായിരുന്നുവെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ നിധിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. യാതൊരു സംശയവും വേണ്ട. അന്ന് ചിലർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വല്ലാതെ എന്നെ ഞങ്ങളെ വേദനിപ്പിക്കുകയുണ്ടായി. ഈ തമ്പുരാക്കന്മാരുടെ സത്യസന്ധത അവർക്കറിയാമായിരുന്നു. എന്തൊക്കെ അവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം. പൊന്നുപോലെ സൂക്ഷിച്ചു പത്മനാഭന്റെ സ്വത്തുകൾ. നാം എങ്ങനെയാണ് ഈ രാജകുടുംബത്തോട് പ്രത്യേകിച്ചും ബഹുമാനനായ തമ്പുരാനോട് നന്ദി പറഞ്ഞാൽ തീരുക? എങ്ങനെയാണ് നമ്മുടെ കടപ്പാടുകൾ അവസാനിപ്പിക്കുക? വൈരാഗ്യമേറും ഒരു വൈദികനാട്ടെ, ഏരത്തേറ്റ വൈരിക്കും പുഴറിയോടിന ഭീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിന അങ്ങയെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫാർ മൗലവി 5 മിനിറ്റ് സംസാരിച്ചുള്ളെങ്കിലും വളരെ മനോഹരമായ ഒരു പ്രസംഗം നമ്മളെ ആനന്ദത്തിൽ ആറാടിപ്പിച്ചു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 1 മണിക്കൂർ സംസാരിക്കണം. പക്ഷെ ഇത് തമ്പുരാന്റെ ആരോഗ്യസ്ഥിതി പേടിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ പ്രസംഗത്തിന്റെ നീളം കുറച്ച് കുറയ്ക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ശരിക്കും മറന്ന് ഇരുന്നു പോയിട്ടുണ്ട്. അതെ, വളരെ വളരെ നന്ദി ശ്രീ അബ്ദുൽ ഗഫാർ മൗലവി.